ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹൗറ റഫ്സീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ചെമ്മീൻ കേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസുകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. ആദ്യം ഒരു പാൻ വെച്ച് അത് ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഓയിലും ഒഴിച്ച് ചെമ്മീൻ പൊരിച്ചെടുക്കണം. ചെമ്മീനെ ഞാനിവിടെ ഓൾറെഡി മസാല പുരട്ടി വെച്ചതാണ്. മഞ്ഞളും മുളകും ഉപ്പും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ചെമ്മീൻ നന്നായിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ചെമ്മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ആക്കിയ ഓയിലിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിലേക്ക് 3 പച്ചമുളകാണ് ഞാൻ ആഡാക്കി കൊടുക്കുന്നത്. വട്ടത്തിൽ വരെ അരിഞ്ഞതാണ്. അതുപോലെ തന്നെ 2 മീഡിയം സൈസ് സവാളയാണ് ചെറുങ്ങനെ കൊത്തി അരിഞ്ഞത്. അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ആഡാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് കൊടുത്ത് അതും ഇതിലേക്ക് ആഡാക്കി കൊടുത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മളുടെ ഏകദേശം നമ്മളെ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പയും വെച്ച് 1 കപ്പ് മൈദപ്പൊടി ആഡാക്കി അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. ആ 3 മുട്ട ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതും അതിൽ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു മൂടി എടുത്ത് അത് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്ത് ഇവിടെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. അതും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിം ആയിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പകുതി മാത്രമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കണം. എൻ്റെ ഇവിടെ 2-3 കട്ടകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ അതൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുത്ത് വേവിക്കാം. ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഫില്ലിങ് ഇതിലേക്ക് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുക്കുംബറും ക്യാരറ്റും ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കുക. ടൊമാറ്റോ വെച്ച് കൊടുക്കണേ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാപ്സിക്കോ. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചെയ്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കണം. ഒരു 20 മിനിറ്റോളം ഇത് വേവണം. അതായത് നമ്മൾ ലോ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ 20 മിനിറ്റ് തന്നെ ഇത് വേവാനെടുക്കും. അങ്ങനെ നമ്മൾ ചെമ്മീൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാന് വെച്ച് അതിൽ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രൂപത്തിൽ വെച്ച് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. കാരണം എൻ്റെ ചെമ്മീൻ പോലെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പുറവും കൂടി ഒന്ന് മുരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആവശ്യമില്ല ശരിക്ക്. അങ്ങനെ നമ്മളെ ചെമ്മീൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു കേക്കിൻ്റെ അതേ മോഡൽ തന്നെ നമുക്ക് കിട്ടും. ടേസ്റ്റും സെയിം അതന്നെ. എരിവുള്ള കേക്ക് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.